നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. എരുമേലിയിൽ ബാബുര ക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ എതിർപ്പുമായി ദേവസ്വം മന്ത്രി. ഒരു സർവമത സംഗമ ഭൂമിയിൽ ഏതെങ്കിലും വിഭാഗീയ വിധ്വംസക ശിഥിലീകരണ വാസനകൾ വളർന്നു വരുന്നത് ഒരിക്കലും ശരിയല്ല. എല്ലായ്പ്പോഴും നടന്നു വന്നിരുന്ന ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടുമായിരിക്കും മുന്നോട്ട് പോകുക. ശബരിമല വിശ്വാസങ്ങൾ മാറ്റിമറിക്കാൻ കഴിയില്ല. വർഷങ്ങളുടെ ചരിത്രമുള്ള വാവൂർ പള്ളിയിലെ വലം വെക്കൽ സംരക്ഷിക്കും. എരുമേലി മതേതര സംഗമ ഭൂമിയാണെന്ന് മന്ത്രി. ന്യൂസ് 18 ചർച്ചയ്ക്കിടെ ജസ്റ്റിസ് എച്ച് നഗരേഷിനെ അധിക്ഷേപിച്ച് CPM നേതാവ് കെ അനിൽകുമാർ. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിൽ ഏറ്റുമുട്ടി VC-യും ഇടത് അംഗങ്ങളും. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതായി സിൻഡിക്കേറ്റ് വാദം തള്ളി VC. ഇനി ഹൈക്കോടതി നിലപാട് നിർണായകം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം. സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്ന വീണ ജോർജ്. മകൾക്ക് ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്ന VN വാസവൻ. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം. ജയം ലക്ഷ്യമിട്ട് സീറ്റ് വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. തിരുവമ്പാടി കോൺഗ്രസിന് കൊടുത്ത് പട്ടാമ്പിയോ തവനൂരോ പകരം വാങ്ങി നിയമസഭയിലേക്ക് മത്സരിക്കാൻ ലീഗ്. മുന്നണി മാറിയാൽ മണ്ഡലം ജോസ് കെ മാണിക്ക് നൽകാനും നീക്കം. സ്വാധീന മേഖലയെന്ന് പ്രതികരിച്ച് സ്റ്റീഫൻ ജോർജ്. ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണികൾക്കായി വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത്. സംഘത്തിൽ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ വിദഗ്ധർ ഉൾപ്പെടെ 17 പേർ. കൊച്ചിയിൽ വീണ്ടും ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. പാലാരിവട്ടത്തെ സലൂണിൽ ഗുണ്ടാക്രമണം. കൊല്ലം സ്വദേശികൾക്ക് മർദ്ദനം. ബർമിംഗ്ഹാം ടെസ്റ്റിൽ വിജയം ലക്ഷ്യമിട്ട് ഇന്ത്യ. ഇംഗ്ലണ്ടിന്റെ 5 വിക്കറ്റുകൾ വീണു. ആകാശ് ദീപിന് 4 വിക്കറ്റ്. മഴയെ തുടർന്ന് 5ാം ദിനം ആരംഭിച്ചത് 2 മണിക്കൂറോളം വൈകി. ലൈവ് അറ്റ് 6ലേക്ക് വിശദമായി. വാവർ സ്വാമിക്കെതിരായ സംഘപരിവാർ നീക്കത്തിനെതിരെ മന്ത്രി VN വാസവൻ. വാവർ പള്ളിയെ വലം വയ്ക്കുന്നത് ഉൾപ്പെടെ ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റിമറിക്കാൻ അനുവദിക്കില്ലെന്ന് VN വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം എരുമേലിയിലെ വാബുരസ്വാമി ക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ച് VHP രംഗത്തെത്തി. എരുമേലിയിൽ വാബുരസ്വാമി ക്ഷേത്ര നിർമ്മാണം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. വാവർ സ്വാമിയുടെ പള്ളിയെ വലം വെക്കുന്നതടക്കമുള്ള ആചാരങ്ങൾ ചരിത്രപരമാണ്. ശബരിമലയിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല. ശബരിമല എല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടുത്തെ ദർശനങ്ങളും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ചരിത്രപരമായി തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ മാറ്റിമറിക്കാനോ അവിടെ നിലവിൽ ഉള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഏതെങ്കിലും ഇല്ലാതാക്കാനോ ആര് പരിശ്രമിച്ചാലും അതനുവദിക്കില്ല. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധമില്ല എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘപരിവാർ സംഘടനകളുടെ നിലപാട്. എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തെ തള്ളിപ്പറയാൻ തയ്യാറല്ല. മാത്രമല്ല, വാപുരസ്വാമി സങ്കല്പത്തെയാണ് ഇവർ പിന്തുണയ്ക്കുന്നത്. നിങ്ങൾ പറയുന്നത് അയ്യപ്പനും വാവരുമായിട്ടുള്ള ബന്ധമല്ല, ധർമ്മശാസ്താവും വാപുരനുമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ പറയുന്നത്. അയ്യപ്പനും ധർമ്മശാസ്താവും രണ്ടാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ വിവാദം ഉണ്ടാകില്ല. വാപുരസ്വാമിക്ക് വേണ്ടിയുള്ള ഒരു ക്ഷേത്ര നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. ആൾക്കാർക്ക് എരുമേലി പള്ളിയിൽ പോയി വാവരെ സന്ദർശിച്ചോട്ട്. അവിടെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് അതുണ്ട് എങ്കിൽ എരുമേലിയിലെ നൈനാർ പള്ളിയിൽ പോയി വാവരെ സന്ദർശിച്ചുകൊള്ളട്ട്. അതിനുശേഷം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാപുരസ്വാമിയുടെ ക്ഷേത്രം വന്നാൽ അവിടെയും സന്ദർശിക്കാമല്ലോ.
നിലവിൽ നിർമ്മാണം തടഞ്ഞതോടെ കോടതി വ്യവഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ന്യൂസ് 18 കോട്ടയം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഏറ്റുമുട്ടി വിസിയും ഇടത് അംഗങ്ങളും. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിസി നിലപാടെടുത്തു. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി വിസി യോഗം പിരിച്ചുവിട്ടെങ്കിലും മുതിർന്ന അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം തുടർന്നു. വിവാദങ്ങൾക്കിടെ രാവിലെ 11 മണിക്കാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദ് ചെയ്യണമെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രമേയം പരിഗണനയ്ക്കെടുക്കാൻ വൈസ് ചാൻസലർ അനുവദിച്ചില്ല. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന് വിസിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് അറിയിച്ചതോടെ തർക്കം രൂക്ഷമായി. ഇതോടെ യോഗം പിരിച്ചുവിട്ടെന്ന് വ്യക്തമാക്കി വൈസ് ചാൻസലറും BJP പ്രതിനിധികളും പുറത്തിറങ്ങി. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്നും വിസി ഔദ്യോഗികമായി യോഗം പിരിച്ചുവിട്ട ശേഷം സിൻഡിക്കേറ്റ് യോഗം തുടരുന്നതിൽ നിയമസാധുതയില്ലെന്നും ഡോക്ടർ സിസ തോമസ്. ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള വിസി കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർക്ക് അതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. പക്ഷെ അവിടെ വെച്ച് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ്. അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കി. കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 6 പ്രകാരം സീനിയർ സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ രാധാമണിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. രജിസ്ട്രാറുടെ ഭാഗം കേൾക്കാതെ വിസി എടുത്ത സസ്പെൻഷൻ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം. കേരള സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് എതിരായി എടുത്ത നിയമവിരുദ്ധമായ നടപടി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം തിരുത്തി. വിസിയും സിൻഡിക്കേറ്റും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഏറ്റുമുട്ടൽ തുടരുമ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനമാകും വിഷയത്തിൽ ഇനി നിർണായകമാക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ജഡ്ജി N നഗരേഷിനെതിരെ CPM നേതാവ് K അനിൽകുമാർ കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രത്തിന് എന്താണ് കുഴപ്പമെന്ന് ഒരു ജഡ്ജി ചോദിച്ചാൽ ആ ജഡ്ജിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അനിൽകുമാർ പറഞ്ഞു. ജഡ്ജി മുൻപ് ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ അംഗമായിരിക്കാം. ന്യായാധിപൻ ആയിക്കഴിഞ്ഞാൽ ആ ബന്ധം വിധിപ്രസ്താവത്തിൽ വരാൻ പാടില്ലെന്നും അനിൽകുമാർ പറഞ്ഞു. ഭാരതാംബ ചിത്ര വിവാദത്തിലാണ് പ്രതികരണം. ഈ ചിത്രത്തിൽ എന്ത് കുഴപ്പമെന്നൊരു ജഡ്ജി ചോദിച്ചാൽ ആ ജഡ്ജിക്ക് എന്തോ തകരാറുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അത് രാജ്ഭവനിൽ വെക്കാൻ പറ്റുന്ന ചിത്രമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കോടതിയുടെ മേലെ അത് വെക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. ഏതെങ്കിലും ഒരു ജഡ്ജി അദ്ദേഹം പൂർവാശ്രമത്തിൽ ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ അംഗമായിരുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ബന്ധമുണ്ടായിരുന്ന ആളാണ്, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് ന്യായാധിപനായി കഴിഞ്ഞാൽ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തികട്ടലുകൾ ന്യായാധിപ സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് വിധി വരാൻ പാടില്ല. രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിന്ദുവിന്റെ മരണം ഹൃദയഭേദകമാണെന്നും സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും വീണ ജോർജ് പറഞ്ഞു. സർക്കാരിൽ വിശ്വാസമുണ്ടെന്നായിരുന്നു ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതന്റെ പ്രതികരണം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പലയിടത്തും പ്രതിഷേധം അരങ്ങേറി. ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി സന്ദർശിച്ചില്ലെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെ രാവിലെ 7:15ഓടെയാണ് വീണ ജോർജ് തലയോലപ്പറമ്പിലെത്തിയത്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനുമായും അമ്മയും മകളുമായും വീണ ജോർജ് സംസാരിച്ചു. കുടുംബത്തെ ആശ്വസിപ്പിച്ച മന്ത്രി സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഈ കുടുംബത്തിന്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ
അത് ഉണ്ടാകും. സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകിയെന്നും രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ ലഭിച്ചെന്നും വിശ്രുതൻ പ്രതികരിച്ചു. സർക്കാർ എന്റെ കൂടുതലുണ്ടെന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല വരും ഇന്നോ നാളെ. ഇന്ന് വരാമെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ പറഞ്ഞായിരുന്നു. ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്നും ഇക്കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. ജോലിയുടെ കാര്യത്തെ സംബന്ധിച്ചോളം അന്ന് തന്നെ സംസാരിച്ചിരുന്നു. താൽക്കാലികവും ശാശ്വതമായ പരിഹാരം കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിനിടെ അപകടത്തെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാൻ കലക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഫയർഫോഴ്സ്, പൊതുമരാമത്ത് അടക്കം വിവിധ വകുപ്പുകളോട് കലക്ടർ റിപ്പോർട്ട് തേടി. എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഏതനെ വിലങ്ങുവെക്കാൻ പോലീസ് ശ്രമിച്ചതോടെ പ്രവർത്തകർ പോലീസ് വാഹനം വളഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ണൂർ പുതിയ തെരുവിൽ ദേശീയപാത ഉപരോധിച്ചായിരുന്നു യൂത്ത് പ്രവർത്തകരുടെ പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാലക്കാട് തച്ചമ്പാറയിൽ നിപ സ്ഥിരീകരിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 കുട്ടികൾക്ക് കൂടി പനി ബാധിച്ചിട്ടുണ്ട്. യുവതിയുടെ മകൾക്കും സമ്പർക്ക പട്ടികയിലുള്ള മറ്റൊരു കുട്ടിക്കുമാണ് പനിയുണ്ടായത്. ഇവർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടികളുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായതിനാൽ ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം നിപ ബാധിച്ചു മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നഴ്സിന്റെ ഫലം നെഗറ്റീവാണ്. പൂർണ്ണ ഗർഭിണിയുമായി സഞ്ചരിച്ച ആംബുലൻസ് 2 വാഹനങ്ങൾ ഇടിച്ച അപകടം. തിരുവനന്തപുരം കടക്കാവൂരിൽ നിന്ന് SAT ആശുപത്രിയിലേക്ക് പോയ ഗർഭിണിയും കൊണ്ടാണ് ഈ ആംബുലൻസ് നിയന്ത്രണം വിട്ടിടിച്ചത്. കാര്യവട്ടം അമ്പലത്തിങ്കരയിലാണ് സംഭവം. ആംബുലൻസിന്റെ മുന്നിൽ പോയ കാർ പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞതാണ് അപകടത്തിന് കാരണമായി പറയുന്നത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. സമയത്തെ ചൊല്ലിയാണ് തർക്കം ഉണ്ടായത്. തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഗാലക്സിയിലെയും കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന CKB ബസ്സിലെയും ജീവനക്കാരാണ് തർക്കത്തിലേർപ്പെട്ടത്. കൊച്ചിയിൽ സലൂണിൽ ഗുണ്ടാക്രമണം. പാലാരിവട്ടത്താണ് സംഭവം. മുടിവെട്ടാനെത്തിയ ചെറുപ്പക്കാർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. കൊല്ലം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. എളമക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിലെ മുഖ്യപ്രതി എഡിസനെ ലഹരി വഴിയിലേക്ക് എത്തിച്ചത് സഹപാഠിയായിട്ടുള്ള KV ഡിയോൾ എന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കണ്ടെത്തൽ. കോടികൾ സമ്പാദിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് എഡിസനെ ലഹരി ഇടപാടിൽ കണ്ണിയാക്കിയത്. അറസ്റ്റിലായ 3 പ്രതികളെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. എഡിസൺ ബാബു, KV ഡിയോൾ, അരുൺ തോമസ് എന്നിവർ മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് സഹപാഠികളും നിരീക്ഷണത്തിലാണ്. പാഞ്ചാലിമേട് സൺസെറ്റ് വാലി റിസോർട്ടിലാണ് പ്രതികൾ ഒത്തുചേരുന്നത്. ഇവിടെ വെച്ചാണ് ലഹരി ഇടപാടുകളെക്കുറിച്ച് ചർച്ച നടത്തുന്നതെന്നാണ് വിവരം. റിസോർട്ടിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിറയെ ഡിയോളിന്റെയും എഡിസന്റെയും ചിത്രങ്ങളാണ്. ഡിയോൾ 2019 മുതൽ വിദേശ ലഹരി ഇടപാടുകാരുമായി ബന്ധമുള്ളയാളാണ്.
കോടികൾ സമ്പാദിക്കാമെന്ന് മോഹിപ്പിച്ച എഡിസനെയും ലഹരി വഴിയിലേക്ക് നയിച്ചത് ഡിയോൾ ആണെന്നാണ് NCBയുടെ കണ്ടെത്തൽ. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അറസ്റ്റിലായ ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ഉടൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കില്ല. ഡാർക്ക് നെറ്റ് വഴി കോഡ് ഭാഷയിലാണ് എഡിസൺ ആശയവിനിമയം നടത്തിയിരുന്നത്. ഇത് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എഡിസൺ സമർത്ഥനായ എഞ്ചിനീയർ ആണെന്നാണ് NCB പറയുന്നത്. 25 പാസ്കോഡുകൾ വരെ മനസ്സിൽ ഓർത്തുവെക്കുന്നുണ്ട്. 1.5 വർഷമായി 700-ലധികം ഇടപാടുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയതായും കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ലഹരി വിൽപ്പനയിലൂടെ എഡിസൺ സമ്പാദിച്ച കോടികൾ എവിടെയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ വിദഗ്ധരുടെ സഹായം തേടാനാണ് NCBയുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. 20 ദിവസത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35Bയുടെ അറ്റകുറ്റപ്പണികൾക്കായി ബ്രിട്ടനിൽ നിന്നുള്ള സംഘമെത്തി. അതീവ സുരക്ഷാ സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിച്ച് കൊണ്ടുപോകാനായി അറ്റ്ലസ് ZM-417 എന്ന പ്രത്യേക വിമാനത്തിലാണ് ബ്രിട്ടീഷ് വിദഗ്ധ സംഘം എത്തിയത്. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് F-35B വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. സമുദ്രതീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നും പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനം പിന്നീട് തിരികെ കപ്പലിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥ നിമിത്തം അതിന് സാധിച്ചില്ല. ഇതിനിടയിൽ വിമാനത്തിന്റെ ഇന്ധനം കുറഞ്ഞതോടെ അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു. വിമാനവാഹിനി കപ്പലിലുള്ള എഞ്ചിനീയർമാർ വിമാനത്താവളത്തിലെത്തി പരിശോധന നടത്തിയെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായി ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തിയത്. ബ്രിട്ടീഷ് എയർഫോഴ്സിലെ എഞ്ചിനീയർമാരും വിമാനം നിർമ്മിച്ച ലോക്കിഹെഡ് മാർട്ടിൻ കമ്പനിയുടെ വിദഗ്ധരും ഉൾപ്പെടെ 17 പേരാണ് സംഘത്തിലുള്ളത്. യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് തിരിച്ചു പറത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ ചിറകുകൾ ഇളക്കി മാറ്റി ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-70 ഗ്ലോബ് മാസ്റ്റർ 3 എന്ന യുദ്ധവിമാനത്തിൽ കൊണ്ടുപോകും. F-35B ഇതുവരെ 20-ലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. US-ന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത്. ഇസ്രായേൽ, ബ്രിട്ടൻ, ജപ്പാൻ, തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചു. സുരക്ഷാ മുൻകരുതൽ തുടരുന്നതിനാൽ 2 അഗ്നിരക്ഷാ കപ്പലുകൾ വാൻഹായ്ക്കരികെ തുടരുകയാണ്. കഴിഞ്ഞ 26 ദിവസത്തെ കഠിന ശ്രമങ്ങൾക്കൊടുവിലാണ് വാൻഹായ് കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചത്. കപ്പലിൽ നിന്നും കറുത്ത പുക ഉയരുന്നത് ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 അഗ്നിരക്ഷാ കപ്പലുകൾ വാൻഹായ്ക്കരികെ തുടരുന്നത്. 2500 ടൺ എണ്ണ കപ്പലിലുണ്ട്. ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. 1500-ലേറെ കണ്ടെയ്നറുകളിൽ 157 എണ്ണത്തിൽ ഹാനികരമായ വസ്തുക്കളുണ്ടെന്നാണ് വിവരം. ഇതിൽ ഭൂരിഭാഗത്തിലും അമോണിയം നൈട്രേറ്റ് ആകുമെന്നാണ് സംശയിക്കുന്നത്. കപ്പൽ ഇന്ത്യൻ സാമ്പത്തിക സമുദ്രാതിർത്തിക്ക് പുറത്താണെങ്കിലും ഇനിയും തീപിടിച്ച് പൊട്ടിത്തെറിയുണ്ടായാൽ ഇന്ത്യൻ സമുദ്രമേഖലയുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നൽകുന്ന മുന്നറിയിപ്പ്. തീ അണച്ച സാഹചര്യത്തിൽ കപ്പലിൽ വടം കെട്ടി ആഫ്രിക്കയിലെ ഏതെങ്കിലും തുറമുഖത്തേക്ക് നീക്കുന്നതിനെ കുറിച്ചാണ് ആലോചന. കപ്പൽ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്നും അകലം പാലിച്ചാണ് അന്താരാഷ്ട്ര ചാലിൽ മറ്റ് കപ്പലുകൾ സഞ്ചരിക്കുന്നത്. നിരീക്ഷണത്തിലുണ്ടെങ്കിലും വാൻഹായ് കപ്പൽ നിയന്ത്രണം വിട്ട് കടലിൽ ഒഴുകുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവമ്പാടി നിയമസഭാ സീറ്റ് വിട്ടു നൽകാൻ ഒരുങ്ങി മുസ്ലിം ലീഗ്. തിരുവമ്പാടിക്ക് പകരം തവനൂരോ പട്ടാമ്പിയോ ലക്ഷ്യമിട്ടാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കൊപ്പം മണ്ഡലത്തിന്റെ മത സാമുദായിക സാഹചര്യങ്ങളും പരിഗണിച്ചുള്ള നീക്കത്തിൽ കോൺഗ്രസും അനുകൂല നിലപാടിലാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മണ്ഡലമായ തിരുവമ്പാടി ഒരു കാലഘട്ടത്തിൽ UDFന്റെ ഉറച്ച സീറ്റായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി CPM ജയിക്കുന്ന മണ്ഡലത്തിൽ ലീഗിലെ ആഭ്യന്തര തർക്കത്തിനൊപ്പം മണ്ഡലത്തിന്റെ മത സാമുദായിക സാഹചര്യങ്ങളും UDFന് വെല്ലുവിളിയായി. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി വരുന്നത് തിരിച്ചടിയാകുമെന്ന് ലീഗ് കരുതുന്നു. പകരം മലപ്പുറം ജില്ലയിലെ തവനൂർ ലീഗ് ലക്ഷ്യം വെക്കുന്നു. ഇക്കുറി KT ജലീൽ മത്സരരംഗത്തില്ലെങ്കിൽ സാഹചര്യം കൂടുതൽ അനുകൂലമാകുമെന്ന് ലീഗ് പ്രതീക്ഷിക്കുന്നു. ഇതല്ലെങ്കിൽ പട്ടാമ്പിയോ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, പേരാമ്പ്ര, എലത്തൂർ പോലുള്ള മണ്ഡലങ്ങളും ലീഗിന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇത്തരമൊരു ചർച്ചയുണ്ട് എന്ന കാര്യം ലീഗ് നേതൃത്വം നിഷേധിക്കുന്നു. അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല, ഇല്ലാത്ത ചർച്ചകൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അതുമായി പറയേണ്ടത്. അത് മാത്രമല്ല UDF സംവിധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിലനിൽക്കുന്നത്.
യാതൊരുവിധ എന്താ പറയുക അനിഷ്ടങ്ങളില്ലാതെ നടന്നു പോകുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഏറ്റവും ഭദ്രമായി നിൽക്കുന്നതാണ് കോഴിക്കോട് ജില്ല. ആ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. തിരുവമ്പാടി ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാർ. നിലമ്പൂരിൽ സീറ്റ് നൽകാൻ കഴിയാതിരുന്ന VS ജോയിയെ പരിഗണിക്കാമെന്നത് തന്നെയാണ് പ്രധാന നേട്ടം. മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി തന്നെയാണ് വേണ്ടതെന്ന് കോൺഗ്രസും സമ്മതിക്കുന്നു. മുന്നണി മാറ്റ ചർച്ചകൾ നിഷേധിച്ചെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ജോസ് കെ മാണി വിഭാഗത്തെ മാറ്റി ചിന്തിപ്പിച്ചേക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തിരുവമ്പാടി ജോസ് കെ മാണിക്കായി ഓഫർ ചെയ്തിട്ടാവും കോൺഗ്രസിന്റെ ചർച്ചകൾ. തിരുവമ്പാടിയിലെ തങ്ങളുടെ രാഷ്ട്രീയ ശക്തി കേരള കോൺഗ്രസും തുറന്നു പറയുന്നു. കോഴിക്കോട് ഞങ്ങൾക്ക് നല്ല അണികളുള്ള ഒരു ജില്ലയാണ്. എന്റെ കോർപ്പറേഷൻ അവിടെയല്ലേ, ഞാൻ ചെയർമാനായിട്ടുള്ള കോർപ്പറേഷൻ ഓഫീസ് അവിടെ കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മുടെ പാർട്ടിയുടെ ബലത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. തിരുവമ്പാടി കുടിയേറ്റ മേഖലയാണ്. തിരുവമ്പാടി കേരള കോൺഗ്രസ് നല്ല സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള പല സീറ്റും ഉണ്ടെന്നേ. തിരുവമ്പാടിക്ക് പകരം ലീഗിന് ഏത് സീറ്റ് നൽകുമെന്നതാവും കോൺഗ്രസിനെ കുഴപ്പിക്കുന്നത്. തവനൂർ നൽകിയാൽ മലപ്പുറത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റൊരു സീറ്റ് കൂടി നഷ്ടമാകും. ജില്ലയിൽ ലീഗിന്റെ അപ്രമാദിത്വത്തിന് ഇടയാക്കുന്ന ഈ നീക്കത്തിന് നിന്നുകൊടുക്കണോ അതോ മറ്റൊരു സീറ്റ് പരിഗണിക്കണോ? പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. PV അൻവർ UDFുമായി സഹകരിക്കാനുള്ള സാധ്യത അടഞ്ഞിട്ടില്ല. നിയമസഭയിൽ അൻവറിനെ പരിഗണിക്കാൻ സാധ്യതയുള്ള സീറ്റായിരുന്നു തിരുവമ്പാടി. പക്ഷേ അൻവറിനായി കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണണം. ചുരുക്കത്തിൽ തിരുവമ്പാടിയെ ചൊല്ലിയുള്ള UDFിലെ ചർച്ചകൾ ദീർഘകാല രാഷ്ട്രീയ സാധ്യതകൾ തേടിയുള്ളതാണ്. ന്യൂസ് 18 മലപ്പുറം, കോഴിക്കോട്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതിയും ഉൾപ്പെട്ടിരുന്നു. വയനാട് ദുരന്തത്തിന് പിന്നാലെ വിനോദസഞ്ചാര മേഖലയിലെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായുള്ള പ്രമോഷനായി എത്തിയ ബ്ലോഗർമാരുടെ പട്ടികയിലാണ് ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിൽ ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തതായി രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ജനുവരി മുതൽ 2025 മെയ് വരെയാണ് പ്രചാരണ പരിപാടികൾ നടന്നത്. ജ്യോതി അടക്കമുള്ള വ്ളോഗർമാർക്ക് താമസം, ഭക്ഷണം, യാത്രാ ചെലവുകൾക്കൊപ്പം പ്രതിഫലവും നൽകിയതായി രേഖകളിൽ വ്യക്തമാകുന്നു. എന്നാൽ എത്ര തുകയാണ് നൽകിയതെന്ന് വെളിപ്പെടുത്തുന്നില്ല. ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ കൊണ്ടുവന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വ്ളോഗർമാരെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് നല്ല ലക്ഷ്യത്തോടെയാണ്. നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ. എന്താ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ രാജ്യവ്യാപക അന്വേഷണത്തിലാണ് ജ്യോതി മൽഹോത്രയുടെ പാക് ബന്ധം പുറത്തുവന്നത്. ജ്യോതി പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു. പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം കോലഞ്ചേരിയിൽ മദ്യലഹരിയിൽ ജീപ്പുമായി അഭ്യാസം നടത്തിയ കരാർ ജീവനക്കാരനെതിരെ നടപടിയെടുത്ത് KSEB. ഓഫീസിന് മാനക്കേടുണ്ടാക്കിയതിനാണ് ഡ്രൈവറെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടത്. വാഹനങ്ങളെ കടത്തിവിടാതെ റോഡിൽ തലങ്ങും വിലങ്ങും ഓടിച്ച ഇയാൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച വാഹനങ്ങളിൽ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. പെരുവമ്പുഴ സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ ഓഫീസിൽ നിന്ന് കരാർ ജീപ്പ് എടുത്ത് വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴാണ് മദ്യലഹരിയിലായിരുന്നത്. പുത്തൻകുരിശ് പോലീസ് ഡ്രൈവറെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തതിന് പുറമെ വാഹനത്തെ കരാറിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും നവനിർമ്മാൺ സേന നേതാവ് രാജ് താക്കറെയും ഒന്നിച്ചതിനെ സ്വാഗതം ചെയ്ത് MK സ്റ്റാലിൻ. ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെ DMKയും സംസ്ഥാന ജനങ്ങളും നടത്തുന്ന പോരാട്ടം അതിർത്തി കടന്ന് മഹാരാഷ്ട്രയിലും ആഞ്ഞടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90ാം ജന്മദിനാഘോഷം തുടങ്ങി. ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് ദലൈലാമ നന്ദി അറിയിച്ചു. 90 വയസ്സായെന്നും ഇനി എപ്പോഴായാലും താൻ സന്തോഷത്തോടെ മരിക്കുമെന്നും ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അഭിമാനമോ അഹങ്കാരമോ തോന്നുന്നില്ലെന്നും ലാമ പറഞ്ഞു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രമുഖ വ്യക്തികളടക്കം ധർമ്മശാലയിൽ എത്തിയിട്ടുണ്ട്. താൻ 30 വർഷം കൂടി ഇനിയും ജീവിക്കുമെന്നും അതിനുശേഷം തനിക്കൊരു പിൻഗാമി ഉണ്ടാകുമെന്നുമാണ് ലാമയുടെ പ്രഖ്യാപനം. അത് വലിയ തോതിൽ സന്തോഷത്തോടെയാണ് വിശ്വാസികൾ ഏറ്റെടുത്തത്.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം പുതിയ പാർട്ടി രൂപീകരിച്ച് ഇലോൺ മസ്ക്. അമേരിക്ക പാർട്ടി എന്നാണ് പേര്. ഡെമോക്രാറ്റ്, റിപ്പബ്ലിക്കൻ പാർട്ടികൾ വഞ്ചിച്ചെന്നും രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാനും സ്വാതന്ത്ര്യം നൽകാനുമാണ് തന്റെ പുതിയ പാർട്ടിയെന്നുമാണ് മസ്കിന്റെ പ്രഖ്യാപനം. പുതിയ പാർട്ടി പ്രഖ്യാപനത്തിലൂടെ US-ൽ വീണ്ടും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. തന്റെ സ്വന്തം പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതായി മസ്ക് പ്രഖ്യാപിച്ചത്. മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പരസ്യമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടർച്ചയായാണ് പുതിയ പാർട്ടി. വിവാദമായ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് സെനറ്റിൽ വൈസ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ പാസ്സായതിനു പിന്നാലെയാണ് മസ്കിന്റെ പ്രഖ്യാപനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. തനിക്കടക്കം തിരിച്ചടിയാകുന്ന ബില്ലിനെതിരെ മസ്ക് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ദേശീയ കടം വർദ്ധിപ്പിക്കുകയും സർക്കാരിന്റെ ഫലപ്രാപ്തിയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ബില്ലെന്നാണ് മസ്ക് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഡെമോക്രാറ്റ്, റിപ്പബ്ലിക്കൻ പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ച മസ്ക് ഇരു പാർട്ടികളും രാജ്യത്തെ മാലിന്യവും അഴിമതിയും കൊണ്ട് പാപ്പരാക്കുകയാണെന്നും ഇത് ഏകകക്ഷി സംവിധാനമാണെന്നും കുറ്റപ്പെടുത്തി. ഇവരിൽ നിന്ന് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് തന്റെ പാർട്ടിയെന്നാണ് മസ്കിന്റെ പ്രഖ്യാപനം. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് മസ്ക് പ്രതീക്ഷിക്കുന്നത്. 2 അല്ലെങ്കിൽ 3 സെനറ്റ് സീറ്റുകളും 8 മുതൽ 10 വരെ ഹൌസ് ഡിസ്ട്രിക്റ്റുകളും നേടുക എന്നതാകും പാർട്ടിയുടെ പ്രഥമ ലക്ഷ്യം. എന്നാൽ പാർട്ടി ഇതുവരെ ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടേമിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ട സാമ്പത്തിക സഹായമടക്കം എല്ലാ പിന്തുണയും നൽകിയത് ഇലോൺ മസ്ക് ആണ്. ഭരണം മെച്ചപ്പെടുത്താൻ ട്രംപ് രൂപം കൊടുത്ത ഡോജിലും മസ്ക് പ്രധാന റോളിലെത്തി. എന്നാൽ ട്രംപ് സർക്കാരിന്റെ പല തീരുമാനങ്ങളും അംഗീകരിക്കാൻ കഴിയാതെ വന്നതോടെ ഇരുവരും തമ്മിൽ ഭിന്നത രൂക്ഷമാവുകയായിരുന്നു. ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപനത്തോടെ മസ്ക് ട്രംപ് പോരാട്ടം അടുത്ത തലത്തിലേക്ക് നീങ്ങുകയാണ്. മസ്കും മസ്കിന്റെ പാർട്ടിയും ട്രംപിന് വെല്ലുവിളിയാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,060, പവൻ 72,480. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,475, പവന് 59,800. വെള്ളി ഗ്രാമിന് 119. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇനി സകലമാന കേരളത്തിൽ ദിൽനേത്ത്.